പറഞ്ഞാൽ തബ്ലീഗ് ജമാഅത്തിന്റെ വീക്ഷണവും വഹാബി വീക്ഷണവും ഈ വിഷയത്തിൽ യാതൊരു വ്യത്യാസമില്ല. ഇപ്പോ ഉദാഹരണത്തിന് പറയാ ഫത്താവ റഷീദിയ, ഇത് റഷീദ് അഹമ്മദ് ഗംഗോഹി കൊടുത്ത ഫത്വകളാണ്. റഷീദ് അഹമ്മദ് ഗംഗോഹി എന്ന് പറഞ്ഞാല് ഇപ്പൊ തബ്ലീഗാര പള്ളിയിലൊക്കെ വായിക്കുന്ന ഫലായിലില്ലേ, അതിന് ആമുഖം ഒന്ന് മറിച്ചു വെക്കാം. അപ്പൊ അതിലുണ്ടാകും ഈ റഷീദ് അഹമ്മദ് ഗംഗോഹിനെ കുറിച്ചിട്ട് റളിയല്ലാഹു അൻഹു ഇങ്ങനെ എഴുതി വെച്ചു. ആ ഗ്രന്ഥത്തില് അയാൾ കൊടുത്ത ഫത്വകളാണ്. ആ ഫത്വകൾ ഒന്നല്ല, ഒരുപാട് സ്ഥലത്ത് ഞാൻ വായിക്കാം. ഒന്ന് ഇതിന്റെ 111-ാമത്തെ പേജ്. ആ 111-ാമത്തെ പേജില് അയാൾ പറയാണ്, കുബൂർ സേ ഇസ്തോർ ദുആ കർന. നമ്മളിപ്പോ മക്ബറിൽ ചെന്ന് ചോദിക്കൂലേ, മക്ബറിൽ ചെന്ന് ഇസ്തിയാസ നേരത്തോടെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഇസ്തിയാസ നടത്താം. അയേ സ്വഹൈബേ ഖബർ ഇസ് തുറക് മേരാ കാം കർ ദേ തോ ഹറാം और शिर्क बिल इत्तिफाक है. അവർ കിടക്കുന്ന മഹാനെ എന്നെ ഇന്ന രീതിയിൽ സഹായിക്കണം. റസൂലുള്ളാഹിന്റെ മഖബറിൽ ചെന്ന് പലരും പറഞ്ഞില്ലേ, ഇതേപോലെ തന്നെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞില്ലേ, സഹായം വേണമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ തുടങ്ങിയിട്ട് സഹായം ചോദിച്ചാൽ തോ ഹറാം ഓർ ശിർക്ക് ബിൽ ഇത്തിഫാഖ് ഹേ, അത് തനിച്ച ഹറാമാകുന്നു, മാത്രമല്ല തനിച്ച ശിർക്കുമാകുന്നു എന്നാണ്. അത് സാധാ ഔലിയാക്കന്മാരെ ഖബറുകൾ, അത് റസൂലുള്ളാഹിയാണെങ്കിലോ കേട്ടോളൂ, അത് നേരത്തെ ഞാൻ വായിച്ച 111-ാമത്തെ പേജാണ്. ഇനി 62. തബ്ലീഗ് എന്താണെന്ന് അറിയാതെ അവർ ബാഹ്യമായ രൂപം കണ്ട് അതിൽ കൂടിയ ആളുകളാണ് സംഭവം. ഞാൻ കുറ്റപ്പെടുത്തല്ല, നമ്മളെ ചെറുപ്പക്കാരുണ്ട് ചിലപ്പോൾ പൊരിയുന്നിങ്ങനെ ചാടിക്കാതിരുന്നിടത്തുനിന്ന് വല്ലുമോരൊക്കെ തെച്ച് എന്താ കടിയുള്ളതെന്ന് വെച്ചു, പുട്ടും കടലും ഉണ്ടാക്കാറില്ലെങ്കിൽ അതൊന്ന് തെറ്റിപ്പോരും. എന്നിട്ട് ഹോട്ടലിൽ പോകും, VIP ഹോട്ടലിൽ. അവിടെ ചെന്നാൽ എന്താ കടിയുള്ളത്, സ്റ്റീം കേക്ക് ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്. അന്ന ബെറ്റേ കൊണ്ടു നോക്കുമ്പോ അതേ പുട്ടും കടലേ അറിഞ്ഞോക്കാ. നിങ്ങൾ പുട്ടും കടലാൻ പറ്റൂല, ഗ്രീൻ പീസും സ്റ്റീം കേക്കും ആകുമ്പോ കുഴപ്പമില്ല. ഇതാ സംഭവം. സെയിം മുജാഹിദിന്റെ വാദ. താടിയും തൊപ്പിയൊക്കെ ഉണ്ട്, ഒരുങ്ങനെ പറയുമ്പോ പെട്ടെന്ന് തിരിയിലാൻ മാത്രമേ ഉള്ളൂ. ക്രമേണ അത് ബോധ്യപ്പെടും. ഞാൻ വായിക്കുന്നു, കേട്ടോളൂ. യാ റസൂലല്ലാ പുകാർന, ഹെഡിങ് തന്നെ അങ്ങനെയാണ്, മുത്തനബിയെ എന്ന് വിളിക്കൽ. യാ റസൂലല്ലാ ദൂർ സേ യാ നസ്ദീഖ് ഖബർ ഷരീഫ് സേ പുകാർന ജായിസ് ഹേ യാ നഹി. അള്ളാന്റെ ഹബീബാകുന്ന മുത്തനബിയുടെ ഖബറുകൾ ചെന്നിട്ടു. അതിന്റെ അടിയിൽ നേരത്തെ ഉസ്താദിന്റെ പുസ്തകത്തിന്റെ വില ചോദിച്ചിന് 200 രൂപയാണ് അതിന്റെ വില. നമ്മളെ ഫലാത്ത് കുട്ടികളെ വിൽപ്പന നടത്തുന്നുണ്ട്, സൊവനീറും കൂട്ടത്തിലുണ്ട്. അതിന് 100 രൂപ ഹദിയ. അങ്ങനെ വില ഉസ്താദ് വാങ്ങില്ല, അതിന്റെ ഹദിയ 100 രൂപയാണ്, മറ്റേ 200 രൂപ പ്രത്യേകം പറയാം. അപ്പം യാ റസൂലുള്ളാ എന്ന് ഒരുപക്ഷെ മദീനത്ത് റസൂലുള്ളാഹിന്റെ ജാറത്തിന്റെ അടുത്ത് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ആമയോറൊന്നോ കാരക്കൊന്നോ യാ റസൂലുള്ളാഹി എന്ന് വിളിക്കാം. അത് അനുവദനീയമാണോ എന്ന് ചോദ്യം. മറുപടി കേട്ടോളൂ. ജബ് അംബിയ അലൈഹിസ്സലാത്തു വസ്സലാം കോ ഇൽമേ ഗൈബ് നഹീ തോ, ഒരു വഴിക്ക് 2 പക്ഷിയാ. അമ്പിയാക്കന്മാർക്കൊന്നും മറിഞ്ഞ കാര്യം അറിയില്ല എന്ന് വെക്കുമ്പോൾ അത് തന്നെ ശരിയല്ല, മുസല്ലമല്ല. പറയാ വെക്കുമ്പോൾ ഇങ്ങനെ പറയലും അനുവദനീയമല്ല. അഗർ ഇനി ഇങ്ങനെ ഒരു വിശ്വാസം വെച്ച് പറഞ്ഞാൽ മറിഞ്ഞ കാര്യം അറിയുന്ന കഴിവ് കൊണ്ട് ദൂരെന്ന് വിളിച്ചാലും മുത്തറസൂറിനെ കേൾക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ വിളിച്ചാൽ അത് തനിച്ച കുഫ്രിയത്താകുന്നു. എന്താ മുജാഹിദും ജമാഅത്തും അലം തബ്ലീഗും തമ്മിൽ മാറ്റുള്ളത്? ഒന്ന് കഞ്ഞിന്റെ വെള്ളം, മറ്റേ റൈസ് ജ്യൂസ്. സംഗതി രണ്ടും കണക്കാം. ഇനിയുണ്ട്, ഇതിപ്പോ സാമ്പിളിലാണ്. ഇനിയിപ്പോ തെക്കത്തിരിമാണ് വായിക്കാണ്ട്. അതിൽ പറഞ്ഞ ജിന്നും ശൈത്താനും ഇഫ്രീത്തും ഭൂതവും യക്ഷിയും ഒക്കെ കണക്കാ ഈ വിഷയത്തിൽ. പക്ഷേ ഈ നിങ്ങൾക്ക് ഉറുദു പാത്തയെ വിട്ടിട്ട് മലയാളം വേണോ? നസീഹത്തുൽ മുസ്ലിമീൻ എന്ന ഓച്ചറയിൽ നിന്ന് ഇറങ്ങുന്ന അവരെ ഒരു ദാറുലും ഉണ്ട്, അവിടെ നിന്ന് ഇറങ്ങുന്ന കിതാബാണ് ഈ പുസ്തകത്തിന്റെ. ഇതിനൊരുപാടുണ്ട്. ഇത് 19-ാമത്തെ പേജിൽ പറയാ, പണ്ടൊക്കെ ആണെങ്കിൽ തബ്ലീഗുകാർക്ക് ഉറുദു മാത്രമേ ഉള്ളേനും, അതുകൊണ്ടാ കുറെ ആലിമീങ്ങൾ ഇത് പറയാതെ പോണത്. ഇപ്പൊ മലയാളത്തിൽ തന്നെ കണ്ടമാനുണ്ട്, കേട്ടോളൂ കേട്ടോ. അഥവാ യഥാർത്ഥ വിശ്വാസികൾ യാ മുഹമ്മദ് യാ അലി എന്ന് വിളിക്കുന്നവർ അല്ല, എല്ലാ സമയങ്ങളും അല്ലാഹുവിനെ സ്മരിക്കുന്നവരാണെന്നും ഈ ആയത്ത് മനസ്സിലാക്കി തരുന്നു. നിങ്ങൾ ഇന്ന് പറയാണ്, ചില ആളുകൾ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും സാധാരണ യാ റസൂലുള്ളാഹ് യാ അലി യാ അബ്ദുൽ ഖാദിർ ജീലാനി യാ മഖ്ദൂം എന്നെല്ലാം വിളിക്കാറുണ്ട്. ഇത് തെറ്റാണ്, അതിനുപേക്ഷിക്കേണ്ടതാണ്.
പച്ച മലയാളത്തിലാണ് തബ്ലീഗുകാർ കൊല്ലം ജില്ലയിൽ നിന്ന് ഇറക്കുന്ന നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഇസ്തിഹാസയുടെ തെളിവുകളോടെ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ. ആ വിഷയത്തിലും മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും ഒക്കെ സമാന ആശയത്തിലാണ് തബ്ലീഗുകാർ ഉള്ളത്. പക്ഷെ ഈ 12-40 ദിവസം പോകുമ്പോഴൊന്നും ഇത് വെളിവാക്കൂലെന്ന് മാത്രം. അത് പിന്നെ അങ്ങനെ കുറെ കഴിഞ്ഞു വരുമ്പോഴാണ് കാര്യങ്ങൾ ബോധ്യപ്പെടാറുള്ളത് എന്ന് കൂടെ ബോധ്യപ്പെടുത്തും.